Hi friends, Taste of your choice like എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതും ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് മമ്മിയാണ്. ഇത് എൻ്റെ മമ്മിയാണ്. അപ്പം മമ്മി ചെയ്യുന്നത് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ബീഫ് ഫ്രൈ. അപ്പം അത് പഴയ ഒരു സ്റ്റൈലിലാണ് മമ്മി വെക്കുന്നത്. കുറച്ച് സമയം എടുത്താണ് ചെയ്യുന്നത്. പക്ഷേ റെസിപ്പിയൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. മമ്മിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതിന് ഞാൻ സൗണ്ട് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ചെയ്യുന്ന മമ്മി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്താണ് നമ്മൾ വെക്കുന്നത്, ഗ്യാസ് അടുപ്പിലല്ല. അപ്പം അടുപ്പത്ത് ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. മമ്മിയാണ് ഇന്നത്തെ ബീഫിൻ്റെ ഫ്രൈ ചെയ്യുന്നത്. കുക്ക് ചെയ്യുന്നതെല്ലാം മമ്മി തന്നെയാണ്. അപ്പോൾ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഈ ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം വേവിക്കുന്നതും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതും എല്ലാം ഈ ചീനച്ചട്ടിക്കകത്ത് തന്നെയാണ്. അപ്പം കുറച്ച് സമയം എടുക്കും എന്തായാലും ഇതിന്. പിന്നെ നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് ഇതൊന്ന് വേവിക്കാം. ഇതിനകത്ത് വെള്ളം ഒന്ന് ഇറങ്ങി വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നല്ല വെള്ളമൊക്കെ ഇറങ്ങി ഒരു കുറച്ച് വെന്ത് കാണും അല്ലേ മേ? കുറച്ച് പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം സവോള, ഒരു 4 സവോള, 4 ഒരു മീഡിയം സൈസ് സവോള ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തിന് മമ്മി ഇതിനൊന്ന് വറുത്തെടുത്ത് തേങ്ങാക്കൊത്താണ് കേട്ടോ. പച്ചക്കാണെങ്കിലും നമുക്ക് ഇങ്ങനെ അരിഞ്ഞങ്ങ് ഇട്ടാലും മതി. ഇച്ചിരി ഒന്ന് വറുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൊടികളാണ്. പൊടി ഒരു 6 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണ്. പിന്നെ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. അപ്പം ഇത് എല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. സവോള 4 സവോള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. എരിവൊക്കെ അനുസരിച്ച് നമുക്ക് ഇനി വറക്കുന്ന സമയത്ത് എരിവൊക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ എന്താ മമ്മിയിടുന്ന് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണേ. കരിവേപ്പിലയൊക്കെ നല്ല ലാവിഷായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് ഇത് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നാലും ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയതാണ്. ഇതിനകത്ത് മമ്മിയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചില്ലേ, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. കാരണം വെള്ളം ഇച്ചിരി പറ്റിയായിരുന്നു. അപ്പോൾ അത് 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട് നമ്മൾ ഇടുന്നത് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേറട്ടെ. ഇപ്പം ഇത് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഈ ബീഫും വേവും. കാരണം ഇപ്പം ഇത് കുറച്ച് വേവായിട്ടുണ്ട്. കണ്ട, 3/4 വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ വെള്ളം വറ്റുമ്പോഴത്തേക്ക് ഇത് വെന്ത് വന്ന് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് വേവും. അടച്ചു വെക്കാം. ഇപ്പം എന്താ ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നമുക്ക് ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. ഇപ്പം ഞങ്ങളിവിടെ മമ്മി സൺഫ്ലവർ ഓയിലാണോ ഒഴിക്കുന്നത്?
സൺഫ്ലവർ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനി ആ ഓയിലിനകത്ത് കിടന്നൊന്ന് വറുത്തെടുക്കണം നമുക്ക്. വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുന്നത് ബീഫ് വേവുന്ന ആ ഒരു കണക്കനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പം 2 കപ്പ് വെള്ളം, അതായത് നമ്മുടെ ബീഫിനകത്ത് നിന്ന് ഇറങ്ങിയ വെള്ളം അല്ലാണ്ട് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ബീഫ് വെന്തു. ഇനിയിപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. മീൻസ് ഒത്തിരി ഇവിടെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കത്തില്ല. ഫ്രൈ ചെയ്ത് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഈ ചീഞ്ചട്ടിക്കകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് മൂത്ത് വരും. എന്നാൽ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു പച്ച കറിവേപ്പിലയുടെ മണം വരാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ കുക്കറിൽ വെക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ്, ഇതിനകത്തെ ആദ്യത്തെ സ്റ്റെപ്പ് കുക്കറിൽ ചെയ്യാം. അതായത് ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനെക്കാട്ടിൽ കൂടുതൽ കുറേ നേരം കൂടെ നമ്മൾ വരട്ടിയെടുത്ത് മീൻസ് കുറച്ച് നേരം കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഫ്രൈ ആയി വരും. പക്ഷെ അത്രയും ഫ്രൈ ആയി കഴിയുമ്പോൾ ഒരു ബീഫിനങ്ങ് കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ തന്നെ കുറേയൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതൊക്കെ നല്ല ഒത്തിരി ഡ്രൈ ആക്കിയിട്ടില്ല. എന്നാലും ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് ടേസ്റ്റ്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാവും ബീഫിന്. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ഇപ്പം നമ്മൾ ആരും ഇങ്ങനെ ട്രൈ ചെയ്യത്തില്ല. കാരണം ഇത്രയും സമയം മെനക്കെട്ട് ഇതെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്ത് നമ്മളെല്ലാം ആദ്യം തൊട്ടേ അത് വറ്റിച്ചെടുക്കുന്നവരുണ്ട്. എന്നാലും കുറച്ച് ഇപ്പോഴത്തെ ജനറേഷൻ ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്നാലും എൻ്റെ മമ്മി ഇങ്ങനെയാണ് ചെയ്യുന്നത്. മമ്മി ഇങ്ങനെ ബീഫ് ഫ്രൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്യാം, ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കൂട്ടൊക്കെ നമുക്ക് കുക്കറിൽ തന്നെ ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അടിപൊളി ഒരു ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.